ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ സ്റ്റെയറിൻ്റെ ഏരിയയിൽ LED ലൈറ്റ്സ് അല്ലെങ്കിൽ പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ. അതായത് പ്രൊഫൈൽ ലൈറ്റ്, LED സ്ട്രിപ്പ്, പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. അതെങ്ങനെ കൊടുക്കാം എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് ഇന്നത്തെ ഈ ചാനലിൽ നമ്മൾ കൊടുക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ചാനൽ LED സ്ട്രിപ്പ് അല്ലെങ്കിൽ പ്രൊഫൈൽ ലൈറ്റ് കൊടുക്കാനുള്ള ചാനൽ നമ്മൾ ആദ്യം വാങ്ങിക്കണം. ഈ ചാനലാണ് ഈ കാണുന്നത്. അത് ചാനലിൽ പല അളവുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. 1/2 ഇഞ്ച്, അത് കഴിഞ്ഞിട്ട് 1/4 ഇഞ്ച് അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഏതാണ് നമ്മൾ ആദ്യമേ തന്നെ തീരുമാനിക്കുക. അതിനുശേഷം ഇപ്പോൾ കണ്ടോ, ഗ്രാനൈറ്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ സൈഡിൽ വരുന്ന ഗ്രാനൈറ്റ്. ആ ഗ്രാനൈറ്റിനോട് ചേർന്ന് തന്നെ ചാനൽ ഒന്നല്ലെങ്കിൽ നമ്മൾ സിമെൻറ്റിൽ ഉറപ്പിക്കുക. അതല്ലെങ്കിൽ പ്രൊജക്ഷൻ വേണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ചുമരുമ്പോൾ തന്നെ നമുക്ക് ഡ്രില്ല് ചെയ്ത് പിടിപ്പിക്കാം. ഇവിടെ നമ്മൾ പ്രൊജക്ഷൻ ആവശ്യമില്ലാത്തതുകൊണ്ട് സ്റ്റെയറിൻ്റെ ഏരിയ പ്രൊജക്ഷൻ ആവശ്യമില്ലാത്തതുകൊണ്ട് ആ സെയിം ലെവലിൽ തന്നെ, അതായത് നമ്മുടെ ചാനൽ നിൽക്കുന്നത് ഗ്രാനൈറ്റിൻ്റെ സെയിം ലെവലിൽ തന്നെ വേണം. അതായത് ഒട്ടും പ്രൊജക്ഷൻ ആവശ്യമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ചെറിയൊരു പൊഴി എടുത്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ചാന്തിലോ അല്ലെങ്കിൽ സിമെൻറ്റിലോ വെച്ച് ടൈറ്റ് ചെയ്യുക. അതിനുശേഷം വേണമെങ്കിൽ ഡ്രില്ല് ചെയ്ത് ടൈറ്റ് ചെയ്ത് ഉറപ്പിക്കുകയാണെങ്കിൽ അതായാലും മതി. നമ്മൾ ഈ ചെയ്തിരിക്കുന്നത് 2 ചാനൽ എത്ര ലെങ്താണോ വേണ്ട ആ ലെങ്ത്തിലേക്ക് നമ്മൾ ചാനൽ കറക്റ്റ് ചെയ്ത് ആ സെയിം ലെവലിൽ ആദ്യം ഉറപ്പിക്കുക. അത് ഉറപ്പിച്ച് കഴിഞ്ഞ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വേണ്ട LED ഇതിൻ്റെ അകത്തുകൂടി ഈ ചാനലിൻ്റെ ഉള്ളിലുണ്ട്. ചാനലിൻ്റെ ഉള്ളിൽ ഒരു ക്യാപ്പ് വരും. അത് ജസ്റ്റ് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടില്ല. ഇനി അടുത്ത വീഡിയോയിലായിരിക്കും നമുക്കത് കാണാൻ സാധിക്കുന്നത്. അത് നേരെ നമ്മൾ ഇവിടം വരെയാണ് നമ്മൾ സ്റ്റെയറിൻ്റെ 2 വേ കൊടുക്കാൻ, അതായത് ഈ പറയുന്ന പ്രൊഫൈൽ ലൈറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ 2 വേ സ്വിച്ചിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് മുകളിൽ നിന്നും താഴെ നിന്നും സ്റ്റെയർ തുടങ്ങുന്ന സ്ഥലത്തുനിന്നും സ്റ്റെയർ അവസാനിക്കുന്ന സ്ഥലത്തുനിന്നും നമുക്ക് 2 സ്ഥലത്തുനിന്നും ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ 2 വേയിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കണ്ടോ, ഇതിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ഈ പറയുന്ന പ്രൊഫൈലിൻ്റെ LED ഒട്ടിച്ചതിന് ശേഷം നമുക്ക് പ്രൊഫൈൽ വരുന്നത് 12 വോൾട്ടാണ് വരുന്നത്. 12 വോൾട്ട്. അപ്പോൾ അതിന് ഒരു അഡാപ്റ്റർ കൊടുക്കണം. അഡാപ്റ്റർ കൊടുക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ഇവിടെ അഡാപ്റ്റർ കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് DC ആണ് വരുന്നത്. ഈ പറയുന്ന പ്രൊഫൈലിലേക്ക് വരുന്നത് 12 വോൾട്ട് DC ആണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വയർ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആദ്യമേ തന്നെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഈ 2 വയർ കാണാം, ഒരു മഞ്ഞയും ബ്ലാക്കും കൊടുത്തിട്ട്. അത് നേരെ നമ്മൾ എവിടെയെങ്കിലും അഡാപ്റ്റർ വെക്കാനുള്ള ഒരു ഏരിയ നമ്മൾ ആദ്യമേ തന്നെ കണ്ടെത്തണം. കാരണം ഈ ഏരിയയിൽ നമുക്ക് അഡാപ്റ്റർ വെക്കാൻ പറ്റില്ല. കാരണം അഡാപ്റ്റർ വെച്ചാൽ അവിടെ നമുക്ക് അഡാപ്റ്റർ കാണാം. അപ്പോൾ അതുകൊണ്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ട് അഡാപ്റ്റർ വെക്കാനുള്ള ഏരിയ ആദ്യമേ തന്നെ നമ്മളൊരു തീരുമാനിച്ചതിന് ശേഷം നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്റ്റെയറിൻ്റെ താഴെ ആയതുകൊണ്ട് സ്റ്റെയറിൻ്റെ താഴെ നമ്മൾ അഡാപ്റ്റർ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴെ നമ്മൾ അഡാപ്റ്ററിന് കൊടുത്തിരിക്കുന്ന ഓപ്ഷനിലേക്ക് ഈ പറയുന്ന 2 വയർ നമ്മൾ താഴെ കൊണ്ടുപോയി കൊടുക്കും. ഇത് DC വയറാണ്. DCയിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. അതായത് 12 വോൾട്ട് DC ആണ് വരുന്നത്. അപ്പോൾ അഡാപ്റ്ററിലേക്കുള്ള AC നമ്മൾ സെപ്പറേറ്റ് വലിച്ച്, അതായത് 230 വോൾട്ട് അഡാപ്റ്റർ വർക്ക് ചെയ്യാനുള്ള സെപ്പറേറ്റ് സെക്ഷനിലേക്ക് ഈ പറയുന്ന സ്റ്റെയറിൻ്റെ ഏരിയയിലേക്ക് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ പ്രൊഫൈലിലേക്ക് കൊടുക്കുന്ന സമയത്ത് DCയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ DC വെക്കാനും, അതായത് DCക്ക് വേണ്ടിയിട്ടുള്ള അഡാപ്റ്റർ, അതായത് SMPS കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ ആദ്യം കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ആദ്യമേ തന്നെ നേരത്തെ സെറ്റ് ചെയ്താൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏകദേശം പ്രൊഫൈൽ ലൈറ്റ് പിടിപ്പിക്കുന്നതിന് മുന്നേ ഏകദേശം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room.